നമസ്തേ. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത് അത്തം നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും തൊഴിൽ, വിവാഹം, പഠനം, ബിസിനസ്, ധനസ്ഥിതി എന്നിവയെക്കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ പറയുന്നത്. വാനവീതിയിൽ ആവനാഴി പോലെ 5 നക്ഷത്രങ്ങളുടെ കൂട്ടമായി കാണുന്നതാണ് അത്തം നക്ഷത്രം. അത്തം നക്ഷത്രം പാദദോഷമുള്ളതായി കരുതപ്പെടുന്നു. അത്തത്തിൻ്റെ 1 മുതൽ 4 വരെ കാലുകളിൽ ജനിക്കുന്നവർക്ക് യഥാക്രമം പിതാവ്, അമ്മാവൻ, താൻ, മാതാവ് എന്നിവർക്ക് ദോഷങ്ങൾ ഉണ്ടാക്കുമെന്ന് ജ്യോതിശാസ്ത്രം പറയുന്നു. ഈ നാളുകളോടൊപ്പം ചില പ്രത്യേക ആഴ്ചകളും പക്കങ്ങളും ലഗ്നവും ചേർന്ന് വരുന്നു എങ്കിൽ മാത്രമേ അതിന് പറയുന്ന ദോഷം അനുഭവപ്പെടുകയുള്ളൂ. ചതയം നക്ഷത്രം അത്തം നക്ഷത്രത്തിൻ്റെ വേദനക്ഷത്രമാണ്. അത്തം നക്ഷത്രക്കാർ പൊതുവെ ശാന്തശീലരും മാനസികമായി പക്വതയുള്ളവരും അടുക്കും ചിട്ടയോടു കൂടിയവരും ലാളിത്യം ഇഷ്ടപ്പെടുന്നവരും നിഷ്കളങ്കരും ദീർഘായുസ്സുള്ളവരുമായിരിക്കും. ഇവർ കുലീനരും വിദ്യാസമ്പന്നരും അധ്വാനികളുമായിരിക്കും. ആരെയും ആകർഷിക്കുവാൻ കഴിവുള്ളവരും മനോഹരമായ മന്ദസ്മിതത്തോടു കൂടിയവരും ക്ഷമാശീലരുമായി കണ്ടുവരുന്നു. തൻ്റെ ആഗ്രഹങ്ങളെ മറച്ചുവെച്ച് പെരുമാറുന്നവരായിരിക്കും. സ്ത്രീത്വം മുന്നിട്ട് നിൽക്കുന്നവരും നല്ല വാക്സാമർത്ഥ്യമുള്ള സ്വഭാവക്കാരുമായിരിക്കും. അധ്യാപകൻ, ശില്പി, പത്രപ്രവർത്തകർ, ഭാഷാപണ്ഡിതൻ, എഞ്ചിനീയറിംഗ് എന്നീ മേഖലയിൽ വളരെ നന്നായി ശോഭിക്കുവാൻ കഴിയും. ബുധൻ്റെ രാശി ആയതുകൊണ്ട് വലിയ തത്വങ്ങൾ പറയുന്നതിൽ മിടുക്കരായിരിക്കും. അത്തം നക്ഷത്രക്കാർ വിവിധ സാഹചര്യങ്ങളുമായി പൊരുത്തപ്പെട്ടു പോകുവാൻ ബുദ്ധിമുട്ടുള്ളവരാണ്. മറ്റുള്ളവരുടെ സുഖത്തിലും ദുഃഖത്തിലും പങ്കുചേരുകയും അത്തം നക്ഷത്രക്കാരെ ഒരിക്കൽ പരിചയപ്പെട്ടാൽ പിന്നീട് ഒരിക്കലും വെറുക്കുവാൻ തോന്നില്ല. സഹനശക്തിയോടു കൂടിയ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുവാൻ അതിയായ സാമർഥ്യമുള്ളവരാണ്. പൊതുജനങ്ങളുടെ ബഹുമാനം പിടിച്ചെടുക്കുന്നതിന് വളരെ വേഗം സാധിക്കുന്നു. ആരെയും വഞ്ചിക്കണമെന്ന ചിന്ത ഇവർക്കുണ്ടാകുകയില്ല. ബുധൻ്റെ സ്വാധീനമുള്ളതുകൊണ്ട് മറ്റുള്ളവരുടെ ചെറിയ പിഴവുകൾ പോലും പെട്ടെന്ന് കണ്ടുപിടിക്കുന്നു. എല്ലാ കാര്യങ്ങൾക്കും നിയമത്തിൻ്റെ പിൻബലത്തോടുകൂടി സംസാരിക്കുക എന്നത് ഇക്കൂട്ടരുടെ പ്രത്യേകത തന്നെയാണ്. വലിയ ബഹളമുണ്ടാക്കാതെ തന്നെ സ്വന്തം കാര്യം സാധിച്ചെടുക്കുവാൻ വിരുദ്ധന്മാരായിരിക്കും. ഏതെങ്കിലും ഒരു പ്രവൃത്തിയിലേർപ്പെട്ടാൽ അതിൽ തന്നെ വിജയവും പരാജയവും ഒന്നിച്ചുണ്ടാകുക എന്നത് ഇവരുടെ പ്രവർത്തനത്തിൻ്റെ ഒരു പോരായ്മ തന്നെയാണ്. തൻ്റെ കഴിവിനെക്കുറിച്ച് വളരെ അഭിമാനികളായിരിക്കും. വീടും പരിസരവും വൃത്തിയായും ശുചിയായും സൂക്ഷിക്കണമെന്ന് നിർബന്ധമുള്ളവരാണ്. വിദ്യാഭ്യാസത്തിലൂടെ സ്വന്തം അനുഭവത്തിലൂടെയും വിജ്ഞാനം സമ്പാദിക്കുവാൻ ഇവർക്ക് സാധിക്കുന്നു. അത്തം നക്ഷത്രം ഊൺനാളായതുകൊണ്ട് എല്ലാ നല്ല കർമ്മങ്ങൾക്കും ഉത്തമമാണ്. ഔദ്യോഗിക മണ്ഡലവുമായി പൊരുത്തപ്പെടുവാൻ ഇവർ വളരെ ബുദ്ധിമുട്ടുള്ളവരായിരിക്കും. വളരെ കടുത്ത പ്രശ്നങ്ങൾക്ക് പോലും ലളിതമായി പരിഹാരം കണ്ടെത്തുന്നതിൽ വളരെ കഴിവുള്ളവരായിരിക്കും. പല രീതിയിലുള്ള പ്രാരാബ്ധങ്ങൾ വന്നുപെടുന്നതുകൊണ്ട് സാമ്പത്തികമായി വളരാൻ കഴിയാതെ വരുന്നു. മറ്റുള്ളവരെ സഹായിക്കുവാൻ വളരെ താല്പര്യമില്ലാത്തവരും കർക്കശ ബുദ്ധിക്കാരുമായാണ് അത്തം നാളുകാർ അധികവും കണ്ടുവരുന്നത്. ഗൃഹസ്ഥിതിയിൽ ശുക്രന് ബലമില്ലെങ്കിൽ വികാരത്തിന് അടിമപ്പെടുകയും ലഹരി പദാർത്ഥങ്ങൾക്ക് അടിമപ്പെടുകയും ചീത്തപ്പേര് കേൾക്കുവാനുള്ള അവസരങ്ങൾ ഉണ്ടാകുന്നതുമാണ്. അത്തം നക്ഷത്രം പൊതുവെ സ്ത്രീകൾക്ക് ഉത്തമമാണെന്ന് പറയപ്പെടുന്നു. പെണ്ണത്തം പൊന്നത്തം എന്ന ചൊല്ല് നിലനിൽക്കുന്നുണ്ട്. പല വിധത്തിലുള്ള കഷ്ടപ്പാടുകൾ ഉണ്ടാകുമെങ്കിലും ഇവരുടെ അന്ത്യകാലം ഐശ്വര്യപൂർണമായിരിക്കും. ചോതി, അനിഴം, മൂലം, ഭരണി, പുണർദം ഈ നാളുകാരുമായുള്ള ഇടപാടുകൾ അത്തം നാളുകാർക്ക് നല്ലതല്ല. ചന്ദ്രദിശയിൽ ആരംഭിക്കുന്ന ദിശാകാലം ചൊവ്വ, രാഹു, വ്യാഴം, ശനി, ബുധൻ, കേതു, ശുക്രൻ എന്നിങ്ങനെ കടന്നു പോകുന്നു.